ഇന്ത്യയുടെ അടുത്ത ഒരു ഡിപ്ലോമാറ്റിക് പരാജയം കൂടി ഉണ്ടായി. പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് സീറോയിലാണ്. പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാൻ നിർമ്മിക്കാൻ പോകുന്ന JF-17 മനസ്സിലാക്കിയത് ചൈനയും പാകിസ്ഥാനും കൂടെ ജോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റാണ്. അതിൻ്റെ ഇഞ്ചൻ റഷ്യയുടെ RD-93MA ഫൈറ്റർ ജെറ്റിന്റെ ഇഞ്ചനാണ്. ഇത് പാകിസ്ഥാൻ കൊടുക്കാൻ വേണ്ടി റഷ്യ തയ്യാറാകുന്നു. എഗ്രിമെന്റ് ഇത് സൈൻ ചെയ്തു. ഏകദേശം 4ഓളം സ്ക്വാഡ്രനാണ് ഈ എയർക്രാഫ്റ്റിന് വേണ്ടി ഇഞ്ചൻ റഷ്യ പാകിസ്ഥാന് വേണ്ടി കൊടുക്കുന്നത്. ഓൾറെഡി ഇത് ചൈനയിൽ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ ഇഞ്ചനും റഷ്യയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് റഷ്യ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പല ആൾക്കാരും വെറുതെ പുട്ടിൻ ഇന്ത്യയിലോട്ട് വരുന്നു, പാകിസ്ഥാൻ ഒരു കാരണവശാലും റഷ്യ സഹായിക്കത്തില്ല, പക്ഷെ അമേരിക്ക സഹായിച്ചു, ചൈന സഹായിച്ചു. ഇതൊക്കെ മാധ്യമങ്ങളിൽ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതേപോലെ ഒരു ഡീൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് തടുക്കാൻ പറ്റിയില്ല? ഇതിനെപ്പറ്റി നേരത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റുമായിട്ട് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞതാണ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ മോദിക്ക് ഉറപ്പ് കൊടുത്തതാണ്, ഈ ഇഞ്ചൻ അവർ കൊടുക്കത്തില്ല, അവർ ചൈനയ്ക്ക് കൊടുക്കും, പക്ഷെ പാകിസ്ഥാന് കൊടുക്കത്തില്ല. ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് റഷ്യ ഒരു സ്റ്റാൻഡ് ചേഞ്ച് ആകാനുള്ള കാരണം എന്തുവാ? തമാശയാണ്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ജിയോ പൊളിറ്റിക്സിനകത്ത് പെർമനന്റ് ആയിട്ടൊരു ശത്രുവും മിത്രവും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം. നോക്കുക, നമ്മളുമായിട്ട് റഷ്യയുടെ ഹാർഡ്വെയർ ഏകദേശം 65% ഇന്ത്യൻ ഡിഫൻസിനുള്ള ഹാർഡ്വെയർ നമ്മളിപ്പോൾ റഷ്യയുടെ നിന്ന് വാങ്ങുന്നത്. കുറച്ചിപ്പം ഇസ്രായേലായി, പിന്നെ കുറച്ച് അമേരിക്കയായി. എന്നാലും റഷ്യൻ ഹാർഡ്വെയർ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. റഷ്യയുടെ എക്യുപ്മെന്റ്സ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡീല് പാകിസ്ഥാനുമായിട്ട് നടന്ന സമയത്ത് ഇന്ത്യക്കത് ഒബ്ജക്റ്റ് ചെയ്ത് റഷ്യ ഇത് കൊടുക്കുന്നതിനെതിരെ നമുക്കൊരു നിലപാടെടുത്ത് അവരെ കൊണ്ട് തടസ്സം നിൽക്കാൻ പറ്റിയില്ല? റഷ്യക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായ സമയമാണ് റഷ്യ ഉക്രൈൻ വാറിനകത്ത് അവരുടെ ഓയിൽ വാങ്ങുന്നത്. ആ സമയത്തും ഇന്ത്യ അവരിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു, ഇന്നും ക്രൂഡ് വാങ്ങുന്നു. ആ സമയത്ത് റഷ്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന സമയത്ത് ലാവറോവ് ഇതേ സംഭവം ഇന്ത്യ അന്നും ടേബിളിൽ വെച്ചിരുന്നു. ഒരു കാരണവശാലും JF-17 ഇഞ്ചൻ കൊടുക്കരുത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ടൊരു ധാരണയായിട്ട് ഡിസ്കഷൻ സ്റ്റേജിലാണ്, ഓൺഗോയിങ് പ്രോസസ്സിലായിരുന്നു. അതായത് റഷ്യയുടെ ഇതേ ഇഞ്ചൻ തേജസ് 1-നും തേജസ് 2-നും പകുതിയായിട്ട് 2, 3, 4 സ്ക്വാഡ്രനിൽ വാങ്ങാൻ അത് ഇന്ത്യയുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യണം. അത് ഇൻഷുറൻസ് സ്റ്റേജിലൊക്കെ ഡിസ്കഷൻ അവസാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു. പിന്നെ ഫ്രാൻസുമായിട്ടുള്ള ഡിസ്കഷൻ അവർ സോഴ്സ് കോഡ് തരത്തില്ല എന്ന് പറഞ്ഞു. ഇഞ്ചിൻ്റെ കാര്യത്തിലും തീരുമാനമില്ല. അവസാനം ഇന്ത്യ അത് ജനറൽ ഇലക്ട്രിക്കൽസ് അമേരിക്കൻ കമ്പനിയുമായിട്ട് ഇത് ധാരണയായി ഇന്ത്യ ഇഞ്ചൻ വരികയും ചെയ്തു. അതായത് റഷ്യക്ക് വലിയൊരു ഡീലാണ് ഇന്ത്യ അത് നഷ്ടപ്പെട്ടത്. അതിനേക്കാളും ഉപരിയായിട്ട് റഷ്യ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്ന മറ്റൊരു സംഭവമുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്. കാരണം MiG-21 റിട്ടയർഡായി, ജഗ്വാർ മിനിമം 2-3 വർഷം കൂടെ 4 വർഷം കഴിയുമ്പോൾ അതും കൂടെ റിട്ടയർഡ് ആവും. ഇന്ത്യക്ക് അത്യാവശ്യമായിട്ട് 7-8 സ്ക്വാഡ്രൺ അത്യാവശ്യമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊട്ടൻഷ്യൽ ത്രെട്ട് ചൈനയുണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാനുണ്ട്. കാരണം കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പം കുറച്ച് പുറകിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തേജസിൻ്റെ സംഭവം ഉണ്ടായത്. അതിൻ്റെ പ്രോസസ്സിലാണ്. പക്ഷെ നമുക്ക് ഇഞ്ചൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ഈ കാവേരി എന്ന് പറയുന്ന സാധനം എവിടെ എത്തിയില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ജിയുമായിട്ട് നമ്മൾ ടൈപ്പ് ആയത്. ഇതിനകത്ത് ഈ സുക്കോയ് 57 എന്ന് പറഞ്ഞ റഷ്യ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യ അത് റിജക്റ്റ് ചെയ്തു. ഇന്ത്യ അത് യെസ്സും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അമേരിക്ക F-35 ആദ്യം പറഞ്ഞത് ഇപ്പം അമേരിക്കയ്ക്കും താല്പര്യമില്ല ഇന്ത്യക്ക് ഇത് കൊടുക്കണം. ഒരു കാരണം മനസ്സിലാക്കണം, ജിയുമായിട്ട് ഇപ്പോൾ ഈ ട്രംപിൻ്റെയും മോദിയുടെ ഇഷ്യൂ വന്ന ശേഷം അതുമായിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ ഉണ്ടായിട്ടില്ല.
അതും ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് റഷ്യ ഇങ്ങനൊരു നടപടി എടുത്തിരിക്കുന്നത്. അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് എയർക്രാഫ്റ്റ് വാങ്ങണം, ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങണം. അത് ഇന്ത്യയുമായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇവിടെ മാനുഫാക്ചർ ചെയ്യാം, പക്ഷെ സോഴ്സ് കോഡ് കൊടുക്കില്ല. ഇതാണ് റഷ്യയുടെ ഡിമാൻഡ്. കാരണം ഫ്രാൻസ് ഇതായപ്പോൾ റഫേലിൻ്റെ കാര്യത്തിൽ ഫ്രാൻസ് ചെയ്ത അതേപോലെ റഷ്യ നമ്മുടെ മുകളിൽ തീരുമാനം എടുക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എമർജൻസി ആയിട്ട് ഈ സാധനം വേണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാജ്യങ്ങളുടെയൊക്കെ താല്പര്യം അവരുടെ ബിസിനസ് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് ഡിപ്ലോമാറ്റിക് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്? ചൈനയുമായിട്ട് നമ്മൾ ശത്രുവാണ്, പാകിസ്ഥാനുമായിട്ട് ശത്രുവായി, അമേരിക്കയായിട്ട് പഴയ റിലേഷൻഷിപ്പിൻ്റെ ഈ പറയുന്ന പാകിസ്ഥാനെ കയറി അമേരിക്ക കയറി അവൻ്റെ വൈറ്റ് ഹൗസിൽ പിടിച്ചിരുത്തി, അവരുടെ ആർമി ചീഫിനെ വൈറ്റ് ഹൗസിൽ പിടിച്ചിരുത്തി, അവർ തമ്മിൽ നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പായി. F-16 സ്പെയർ പാർട്സും ടെക്നിക്കൽ അപ്ഗ്രഡേഷൻ അമേരിക്ക ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയ അടിയ നമ്മളെല്ലാം റഷ്യ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. റഷ്യ അവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം, ഈ പാകിസ്ഥാൻ ഈ എല്ലാ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമായി. ഇത് മാത്രമായിരിക്കില്ല ഇനി റഷ്യ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കാര്യമുണ്ട്, ഈ റഷ്യ ഉക്രൈൻ വാറിനകത്ത് റഷ്യൻ ഈ ഹാർഡ്വെയർ ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന മറ്റു പല പഴയ റഷ്യൻ റിപ്പബ്ലിക്കും സോവിയറ്റ് റിപ്പബ്ലിക്കും പല ബാൾട്ടിക് രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവരിവിടെ നിന്ന് സാധനം വാങ്ങുന്നത് നിർത്തി. കാരണം അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ. അത് കഴിഞ്ഞ് ഇതേപോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ, അത് അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ടായിരുന്നു. പോളണ്ട്, ഹംഗറി, ഇവരൊക്കെ ഈ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമോ. ഇന്ത്യ സെൽഫായിട്ട്, കാരണം ഇവിടെ മേക്കിംഗ് ഇന്ത്യ പ്രോജക്റ്റും മറ്റു പരിപാടി ഇന്ത്യ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബേസിക്കലി ഈ സംഭവം Su-37 അതേപോലെ സുക്കോയ് 35, Su-57 സുക്കോയ് 35 ഇതിൻ്റെ കാര്യത്തിലോട്ട് വന്ന് ഇന്ത്യ അത് രണ്ടും റിജക്റ്റഡ് ആണ് ബേസിക്. കാരണം ഇന്ത്യൻ എയർഫോഴ്സ് വളരെ കട്ട്റോട്ടായിട്ട് പറഞ്ഞു, റഷ്യൻ വാറൊക്കെ അത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഫൈറ്റർ ഈ പറയുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ ജനറേഷൻ എയർക്രാഫ്റ്റിൽ റഷ്യയുടെ ടെക്നോളജി ഇല്ല. ഇത് നിങ്ങൾ ഈ റഷ്യൻ ഫാനുകൾ പറയുന്ന പോലൊന്നുമല്ല യാഥാർത്ഥ്യം. കാരണം ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്നതും വർക്ക് ചെയ്യുന്ന എയർഫോഴ്സ് ഓഫീഷ്യൽസ് അല്ലേ, അവർക്കറിയാം റഷ്യൻ സാധനങ്ങൾ ഈ പാട്ടയാണെന്നറിയാം. കാരണം റഷ്യ ഉക്രൈൻ വാറിലത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ പേരിൽ തന്നെയാണ് എയർഫോഴ്സ് രണ്ട് സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞ വാക്ക് അവർ പുറകോട്ട് മാറി റഷ്യൻ സാധനങ്ങൾ വാങ്ങുന്നതിനെ പറ്റി. പക്ഷേ എയർഫോഴ്സിന് താല്പര്യം ഇന്ത്യയിൽ ഉണ്ടാക്കാം. കാരണം അവർ പറഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടാക്കാം, എൻജിൻ വാങ്ങാം, മറ്റുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ അസംബിൾ ചെയ്യുക. കാരണം ഇന്ത്യക്കാർക്ക് ഇത് പല രീതിയിൽ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ആദ്യം മേടിച്ച് അസംബിൾ ചെയ്യുക, പിന്നീട് ഗ്രാജുവലായിട്ട് ഈ ചൈന ചെയ്ത പോലെ ഗ്രാജുവലായിട്ട് പിന്നെ ചൈന അത് സഫീഷ്യൻ്റ് ആയി. അപ്പോൾ ചൈനയ്ക്കും അറിയാവുന്ന വസ്തുതയാണ്, ഈ ചൈന പ്രഷറൈസ് ചെയ്തിട്ടാണ് റഷ്യ പാകിസ്ഥാന് കൊടുത്തതെന്ന് ചില പത്രങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. അത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഷങ്കായ് SCO പോയിട്ട് ഷീ ജിങ് പിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു, പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു. അവിടെ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. ഇവിടുത്തെ പത്രങ്ങളൊക്കെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററെ കളിയാക്കി. അവസാനം കണ്ടോ എന്താ ഉണ്ടായെന്ന്? റഷ്യ അത് പാകിസ്ഥാന് കൊടുത്തു. അതേപോലെ മറ്റു പല എക്യുപ്മെന്റ്സിന്റെ ധാരണയായെന്ന് പറയുന്നുണ്ട്, എയർ ഡിഫൻസ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ ഗെയിം. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ ക്രൂഡിൻ്റെ ബിസിനസ് ഈ നവംബർ കഴിയുന്നതോടുകൂടി നിർത്താൻ പോവുക എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ പ്രതികാരം കൂടിയാണ് പുടിൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞതിനും മുഴുവനും റിജക്റ്റ് ചെയ്തിട്ട് അത് പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് നമ്മുടെ ശത്രു രാജ്യത്തിന് നമ്മളുമായിട്ട് ഇത്രയും ടൈപ്പുള്ള റഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം പുടിൻ അത് പാകിസ്ഥാൻ. അതാണ് ഞാൻ പറഞ്ഞത്, പുടിനെ വിശ്വസിക്കാൻ കൊള്ളുമോ? ഇറാനുമായിട്ട് ഇത്രയും ബന്ധമായിരുന്നു, ഇറാൻ എവിടെ സഹായിച്ചില്ലേ? മറ്റു പല രാജ്യങ്ങളും അവർക്കൊരു ക്രൈസിസ് വന്നപ്പോഴൊന്നും പുടിൻ സഹായിച്ചില്ല. ഇതാണ് വ്ളാദിമിർ പുടിൻ്റെ യഥാർത്ഥ സ്വഭാവം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിന് ഇന്ത്യനും എക്യുപ്മെന്റ്സും കൊടുത്ത് സഹായിക്കുന്നു. ഇത് തന്നെയല്ലേ മോദിയുടെ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത്. അതുപോലും തടയാൻ കഴിഞ്ഞില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ പറയുന്നു കൂട് മേടിച്ച് സാമ്പത്തികമായിട്ട് ആ രാജ്യത്തെ പിടിച്ചു നിർത്തി ഇന്ത്യയെ. ചൈന നേരത്തെ വാങ്ങുമായിരുന്നു,
ഇന്ത്യ വാങ്ങുന്നില്ലായിരുന്നു ഈ റഷ്യയുടെ സ്ഥിതി എന്തായി പോയനെ ആലോചിച്ചിട്ടുണ്ട്. ഇത് തന്നെയല്ലേ അമേരിക്കൻ പ്രസിഡന്റും മറ്റുള്ള രാജ്യങ്ങളും പറയുന്നത്, ഇന്ത്യയാണ് പിടിച്ചു നിർത്തിയത് റഷ്യയെ. അതുതന്നെയാണ് ഇന്ത്യക്ക് അടി കിട്ടിയിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യയോട് ഈ പറയുന്ന താല്പര്യമൊന്നുമില്ല എന്നാണ് ട്രംപ് മാറിയത്. റഷ്യക്കും കിട്ടിയ ചാൻസ് അനുസരിച്ച് അവൻ പാകിസ്ഥാനെ സഹായിക്കുന്നു. ഇവിടെയാണ് പാകിസ്ഥാൻ ഗെയിൻ ചെയ്തത്, ഇന്ത്യക്ക് മുകളിൽ ഗെയിൻ ചെയ്തത് ഡിപ്ലോമാറ്റിക്കലി. അമേരിക്കയുമായിട്ട് ലോഹ്യമാണ്, ചൈനയുമായിട്ട് അവരുടെ നേരത്തെ പാർട്ട്ണറാണ്, റഷ്യയുമായിട്ട് അതിനേക്കാളും ലോഹ്യമായി. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം അവൻ വെപ്പൺ മേടിക്കുന്നത്. ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. ഇതാണ് ഗതികേടെന്ന് പറഞ്ഞ മോദിയുടെ ഭരണത്തിലെ ഡിപ്ലോമാറ്റിക് ഗതികേടാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞപ്പോൾ നിങ്ങളത് തിരസ്കരിച്ചു, നിങ്ങൾ എന്നെ തെറി വിളിച്ചു. ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ മതി മോദിയുടെ ഡിപ്ലോമസി ഫെയിലിയർ ആണോ സക്സസ് ആണോ. ഈ റഷ്യ പാകിസ്ഥാൻ ഡീലിംഗ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഡിപ്ലോമസി ഫെയിലിയർ തന്നെയാണ്.